ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കൊടുങ്ങല്ലൂർ പോയിട്ടുണ്ടായിരുന്നു, ആ വിശേഷമാവാട്ടോ. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നമ്മൾ പോയത് മീനമാസം 1-ാം തീയതി ആയിരുന്നു, ഞായറാഴ്ച. നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ തിരക്ക് ഇത്തിരി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ, പക്ഷേ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഭരണിക്ക് പോയിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്കറിയാം എത്രത്തോളം ആ ഒരു തിരക്കുണ്ടാവും എന്നുള്ളത്. പക്ഷേ 1-ാം തീയതി നല്ല തിരക്കായിരുന്നു. നമ്മളവിടെ 8:15 മണിയോടെയാണ് കേട്ടോ അമ്പലത്തിലെത്തിയത്. അമ്പലത്തിലെത്തി കഴിഞ്ഞതിന് ശേഷം ആണ് അറിയുന്നത് വരി നല്ല വരിയാണ്, നല്ല ക്യൂ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അതിൻ്റെ അവസാനം തപ്പിപ്പോയി. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിന്നു. അവിടെ നിന്നപ്പോഴല്ലേ മനസ്സിലായത്, ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, മക്കളെ ഇതല്ല വരി, ഇതിൻ്റെ അവസാനം വേറെ ഉണ്ട്, അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി നിന്നു. അവിടെ പോയി നിന്നപ്പോഴല്ലേ കാണുന്നത്, നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം പിന്നീട് നമ്മുടെ ബാക്കിലെത്തി. അവർക്കും വരി തെറ്റിപ്പോയി. അങ്ങനെ ആകെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ ക്യൂവിൻ്റെ കാര്യത്തിൽ. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വരി നിൽക്കുകയാണെങ്കിൽ കൂടി ഫാമിലി ആയിട്ടാണല്ലോ വന്നത്, അപ്പോൾ നമുക്ക് കാര്യം പറഞ്ഞ് വർത്താനം പറഞ്ഞ് അമ്പലത്തിൻ്റെ അവിടെ കാഴ്ചകളും കണ്ട് നിൽക്കാം. അത് നേരം പോക്ക് തന്നെയായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ അവിടെ വെടിക്കെട്ടിൻ്റെ സൗണ്ടും കേൾക്കാമായിരുന്നു. പല ആളുകളും എന്താ പറയുക, പല സ്ലാങ്ങിലുള്ള ആൾക്കാരായിരുന്നു. നമുക്ക് ചില സ്ലാങ്ങുകൾ നമുക്ക് ഒട്ടും മനസ്സിലാകും, മലയാളം തന്നെയാണ് പറയുന്നത്. ഞാൻ ഒരു സ്ലാങ്ങിനും കുറ്റം പറയുന്നതല്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഞാൻ ഡൗട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, ഇതേത് സ്ഥലമായിരിക്കും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് സ്ലാങ് കേൾക്കുമ്പോൾ വളരെ കൗതുകത്തോടെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഭരണിക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. ഇതെല്ലാം നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. പിന്നെ ഇതേ കൈ നോക്കുന്ന അമ്മൂമ്മമാർ, അവർ കാത്തിരിക്കുക, വാ മക്കളെ കൈ നോക്കിത്തരാം, നിങ്ങളുടെ ഭാവി പറയാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക. ആരും പക്ഷെ അങ്ങനെ പോകുന്നത് കാണുന്നില്ല കേട്ടോ. ആരും ഇപ്പോഴത്തെ കാലത്ത് ആരും അത്ര ഇൻട്രസ്റ്റഡ് അല്ല. പിന്നെ ഒരു കൗതുകത്തോടെ നമുക്ക് നോക്കി നിൽക്കാം, നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു കാര്യം പറയാനാണെങ്കിൽ നമുക്ക് വെയിലത്തൊന്നും അധികം നേരം നിൽക്കേണ്ടി വരില്ല. ഇങ്ങനെ ഒരു ഷെഡ് പോലെ നമ്മുടെ ഓലപ്പുര കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വെയിലത്തൊന്നും നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് അമ്പല കമ്മിറ്റിക്കാർ നമുക്ക് കുടിവെള്ളം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിരുന്നു. പിന്നെ മോരുവെള്ളം തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ തിരക്ക്. ഈ തിരക്കെല്ലാം നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ഇത്രയും വലിയ തിരക്ക്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഭരണിക്ക് മുന്നേ കല്ല് കുഴിച്ചിടൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്, അതാണ് കേട്ടോ.